കഴിഞ്ഞ വർഷം +2 പരീക്ഷ ശേഷം ഒരു ആർട്ടിക്കിൾ പേപ്പറിൽ വന്നതാണ്. ഒന്ന് വായിച്ചു നോക്കി. +2-ന് 78.69% വിജയ പെർസെൻറ്റേജ്. ഓക്കെ, കേൾക്കുമ്പോൾ വലിയ കുഴപ്പം തോന്നില്ല അല്ലേ? പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഫെയിലിയർ റേറ്റ് എത്രയാണ്? 22% ആണ്. അതായത് +2 പരീക്ഷ എഴുതുന്ന കുട്ടികൾ ആരൊക്കെയാണ്? 10ാം ക്ലാസ്സിലും +1-ലൊക്കെ പാസ്സായി വരുന്നവരായിരിക്കില്ലേ? അതിൽ തന്നെ 22% കുട്ടികൾക്ക് പാസ്സാവാൻ പോലും പറ്റില്ല. നല്ല മാർക്ക് A+, 90% ഒക്കെ നമ്മളെപ്പോഴും പറയുമെങ്കിലും അതുപോലെയല്ല, ജസ്റ്റ് പാസ്സാവാൻ പോലും പറ്റില്ല. അപ്പോൾ എവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് മാത്രമല്ല, ഓരോ വർഷം അത് വേഴ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഡേറ്റയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ മുമ്പത്തെ വർഷത്തെ ഡേറ്റ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അതിനേക്കാളും മോശമാണ് കഴിഞ്ഞ വർഷം വന്നത്. ഈ വർഷത്തെ ഫെയിലിയർ റേറ്റ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇത് കൂടാനാണ് സാധ്യത. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഫസ്റ്റ് കാരണം എന്താണ്? ഫസ്റ്റ് കാരണം നമ്മുടെ ഓവറോൾ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ്. 10ാം ക്ലാസ് വരെ ഭയങ്കര സിമ്പിൾ സിലബസ്, സിമ്പിൾ പരീക്ഷ, എല്ലാവരും പാസ്സാവുന്നു. തോക്കേണ്ടവൻ വരെ A+ വാങ്ങിച്ച് ഫുൾ A+ വാങ്ങിച്ച് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് +1-ലെ സിലബസ് ഒക്കെ മാറുകയാണ്. ഭയങ്കര ടഫായിട്ടുള്ള സിലബസ് വരികയാണ്. കൂടുതൽ ചാപ്റ്റേഴ്സ്, കൂടുതൽ കണ്ടന്റ്, കൂടുതൽ ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ കുട്ടികൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുന്നു. എങ്ങനെയൊക്കെ തട്ടിമുട്ടി പാസ്സാവുന്നു. കാരണം +1-ൽ എങ്ങനെയൊക്കെ അവർ പാസ്സാവുന്നു, പേപ്പറൊക്കെ ഈസിയായി വരുന്നു. +2 എത്തുമ്പോൾ ഈ വർഷം സംഭവിച്ച പോലെ തന്നെ +2 എത്തുമ്പോൾ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാരണം ഓവറോൾ സിലബസും മുകളിലേക്കായി. മാത്രമല്ല എക്സാമിൻ്റെ ഡിഫിക്കൽട്ടിയും കൂടി വരികയാണ്. 10ാം ക്ലാസ്സിൽ അവൻ കണ്ട എക്സാമിൻ്റെ ലെവൽ അല്ല +2-ൽ കാണുന്നത്. അത് സിലബസ് ടഫായി കൊണ്ട് മാത്രമല്ല, എക്സാമിൻ്റെ ഓവറോൾ ലെവൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അതായത് മൊത്തത്തിൽ എന്താണ് 10ാം ക്ലാസ് വരെ ഒരു പ്രത്യേക രീതിയിൽ, +1 +2 പെട്ടെന്ന് വേറൊരു രീതിയിൽ. അതാണ്. അതായത് ഗ്രാജുവൽ ഇൻക്രീസ് അല്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എക്സാംസ് ലെവല് കൂടിക്കൊണ്ടുവരികയാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് കൂടിക്കൊണ്ടുവരികയാണ്. അത് ആക്ച്വലി കൂടേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആസ് എ കൺട്രി, ആസ് എ സ്റ്റേറ്റ്, കേരളം എന്ന ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും സിമ്പിൾ പരീക്ഷ എഴുതി, എല്ലാവരും ഒന്നും പഠിക്കുക. സിമ്പിൾ പരീക്ഷ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി ഒന്നും പഠിക്കില്ല, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം തലേന്ന് പഠിക്കും. അങ്ങനെ പോയി ആ രീതിയിൽ നിങ്ങളൊരു 5 വർഷം 10 വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ നമ്മളൊരു വളരെ ഇൻകേപ്പബിൾ ആയിട്ടുള്ളൊരു ജനറേഷനായിട്ട് ആയിരിക്കും മുന്നോട്ട് വരാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു ജനറേഷനെ ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഒന്നിനും ചെയ്യാൻ പറ്റാത്ത, ഒരു രീതിയിലും ഒരു സ്ട്രെസ്സോ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സെറ്റ് ഓഫ് കുട്ടികളായിരിക്കും പുറത്ത് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചലഞ്ചസ് സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികളെ ഫേസ് ചെയ്ത് തുടങ്ങണം. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് എക്സാം ഡിഫിക്കൽട്ട് ആക്കുക എന്നുള്ളത്. അപ്പോൾ അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് ചെയ്യുമ്പോഴും നമുക്ക് അതിനെപ്പറ്റിയും കുറേ കുറ്റങ്ങൾ പറയാനുണ്ടാവും. എക്സാം മാത്രം ടഫാക്കിയാൽ പോരാ, പഠിപ്പിക്കുന്നതിൻ്റെ ലെവലാണ് ആക്ച്വലി കൂട്ടേണ്ടത്. എന്നിട്ടാണ് എക്സാം ടഫാക്കേണ്ടത് എന്നൊക്കെ അപ്പോൾ പറയാം. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ എക്സാംസ് ടഫായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ പഠിക്കുന്നുണ്ടോ? ഇല്ല, ക്ലിയർലി ഇല്ല. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളൊരു 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ +1-ലെ വിദ്യാർത്ഥിയാണ്. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ. നിങ്ങൾ കാര്യമായിട്ട് പഠിക്കാനൊന്നും പ്ലാനില്ലെങ്കിൽ, എക്സാമിൻ്റെ തലേന്നുള്ള ദിവസങ്ങളിൽ മാത്രം തട്ടിക്കൂട്ടി യൂട്യൂബിൽ എന്തെങ്കിലും പഠിക്കാം, എക്സാം ഇൻ്റർനെറ്റിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ചാനലിൽ നിന്ന് തട്ടിക്കൂട്ടി എന്തെങ്കിലും കാണിച്ചു വെക്കാം എന്നാണ് നിങ്ങൾ പ്ലാനെങ്കിൽ, ആ 22% വീഴാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 2%, 3% അല്ല തോക്കുന്നത്, 22%. അതിൽ വീഴാൻ ഭയങ്കര ഈസിയാണ്. ആ 22% വീണ കുട്ടികളിൽ 22ഉം തീരെ ബുദ്ധിയില്ലാത്ത, +2 പരീക്ഷ പാസ്സാവാൻ കഴിവില്ലാത്ത കുട്ടികളായിരിക്കില്ല. കഴിവുള്ളവർ തന്നെ ആയിരിക്കും. പാസ്സൊക്കെ ഈസിലി ആവാൻ പറ്റുമായിരിക്കും. ഒരു പക്ഷേ അതിൽ പല കുട്ടികളും 90% മുകളിൽ വാങ്ങാൻ കഴിവുള്ളവരായിരിക്കും. പക്ഷെ അവരെന്ത് വിചാരിച്ചു? സ്റ്റേറ്റ് ബോർഡിൻ്റെ എക്സാം അല്ലേ, നമ്മൾ പാസ്സാവുമായിരിക്കും, എന്തെങ്കിലും കാണിച്ചാൽ മതി, 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ ഇത് കാണിച്ചല്ലേ, അങ്ങോട്ട് കാഴ്ചയാൽ മതിയായിരിക്കുന്നു അവർ വിചാരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ പരീക്ഷയും കൂടെ ടഫായി വന്നപ്പോഴത്തേക്കും പണി തീർന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, നിങ്ങളും ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് പോകുന്നത്. അവസാനം എന്തെങ്കിലും കാഴ്ചയ്ക്കാം, അവസാനം നമുക്ക് ഒരു 2-3 മാസം തകർത്ത് പഠിച്ചുകൊണ്ട് മാർക്ക് വാങ്ങാം എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് പോകുന്നതെങ്കിൽ നല്ലൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ വർഷം ചിലപ്പോൾ 25 or 26 ആവാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട് അതിൽ വീഴാൻ വേണ്ടിയിട്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് അതിൽ വീഴാം. നേരെ മറിച്ച് മൊത്തത്തിൽ എക്സാമും കാര്യങ്ങളും ടഫായി വരികയാണ്. +2 എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇത് +2കാർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, +1കാർക്കും 10ാം ക്ലാസ്സും എല്ലാത്തിലും ഇതാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് രാവിലെ അറിഞ്ഞ വാർത്തയാണ്, 8ാം ക്ലാസ്സിൽ 2 ലക്ഷം പ്ലസ് കുട്ടികളാണ് തോറ്റത്. അതായത് ഓൾമോസ്റ്റ് പകുതിയോളം കുട്ടികളാണ് ഈ വർഷം തോറ്റത്. അപ്പോൾ എല്ലാ ക്ലാസ്സിനും ഇത് ബാധിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പം നന്നായിട്ട് പഠിക്കാനുള്ള മെൻറ്റാലിറ്റി ആദ്യം ഉണ്ടാക്കുക. അതായത് പരീക്ഷയ്ക്ക് തലേന്ന് വേണ്ടി മാത്രമല്ല, ആദ്യം മുതൽ തന്നെ
ഡെയിലി മിനിമം ഒരു 3 hours വെച്ചിട്ട്, 2 hour എന്നൊക്കെ ഞാൻ പറയും, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും തുടങ്ങി മെല്ലെ മെല്ലെ 1-2 മണിക്കൂറിലേക്ക് ആക്കുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഉയർന്നിട്ടില്ലെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിങ്ങൾ തോറ്റു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ലൈഫിന് വേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കില്ല. നിങ്ങൾ ഈ പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിലെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. പല കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, പല കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പിന്നെ കാണാൻ പോകാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ എടുക്കുന്ന വർക്കില്ലേ, നിങ്ങൾ ഒരു ചാലഞ്ചസ് ഏറ്റെടുക്കുന്നു. ഫിസിക്സ് എനിക്ക് അറിയില്ല, ഫിസിക്സ് ഞാൻ പഠിക്കണം, എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കും. ആ ചാലഞ്ച് ഞാൻ ഏറ്റെടുത്തു, ഞാൻ പറ്റുന്ന മാർക്ക് ഞാൻ വാങ്ങും, ഒരു 80-85% ഞാൻ വാങ്ങും. അതൊരു ചാലഞ്ച് ഏറ്റെടുക്കുകയും അത് ഫുൾഫിൽ ചെയ്യുകയാണ്. ആ ഒരു ശീലം നിങ്ങൾ ഈ സ്കൂളിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുണ്ടാക്കാൻ പോകുന്നത്? കാരണം ലൈഫിൽ മുഴുവൻ അങ്ങനെ ആയിരിക്കും. അത് നിങ്ങളുടെ കരിയറിലോ കോളേജിലെ പഠനത്തിലോ മാത്രമല്ല, ലൈഫിൽ നിങ്ങൾ ജനറലി ജീവിക്കുമ്പോഴും നിങ്ങൾ ഈ ചലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. ലോൺ അടയ്ക്കാൻ പൈസ ഇല്ല, എന്ത് ചെയ്യും? ചലഞ്ചാണ് അത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 10ാം ക്ലാസ്സിലും +2 ലുള്ള മെൻറ്റാലിറ്റി അതെന്താ അവസാനം എന്തെങ്കിലും കാണിക്കുക എന്ന രീതിയിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ആക്ച്വലി പ്ലാൻഡ് ആയിട്ട് ഫേസ് ചെയ്യാം. ഫസ്റ്റ് രീതിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ +2 പരീക്ഷയിൽ ചിലപ്പോൾ നിങ്ങൾ പാസ്സായി പോയിട്ടുണ്ടാവും ഭാഗ്യം കൊണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ ഭാഗ്യം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ലൈഫിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലൈഫിൽ എന്തായാലും ചാലഞ്ചസ് വന്നുകൊണ്ടിരിക്കും, ഓരോരോ മേഖലയിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ വരെ. അതിനെ എങ്ങനെ നേരിടണമെന്ന് നിങ്ങൾക്ക് ആരും പിന്നെ പറഞ്ഞു തരില്ല. +2 കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. അതിങ്ങനെയൊക്കെയാണ് പഠിക്കുക. ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ചെറിയ ഈ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അതിനെ ഓവർകം ചെയ്തിട്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതിന് വേറെ കോഴ്സൊന്നുമില്ല. ഇങ്ങനെ ഒരാൾ പഠിപ്പിച്ചു തരും, അതിൻ്റെ പരീക്ഷ വെച്ച് പാസ്സായിട്ട് സർട്ടിഫിക്കറ്റ് അതിനുള്ള കോഴ്സൊന്നുമില്ല. അതിങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ ഒന്നെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെറുതെ എന്ത് ചെയ്യാൻ ഒരു തമാശ പോലെ എടുക്കാം, എന്നിട്ട് ഇതിൽ പോയി പെടാം. അതല്ല, നിങ്ങൾക്ക് ലൈഫിൽ എന്ത് ചെയ്യാം, ഇതെനിക്ക് ഇനി ആവശ്യമുള്ള കാര്യമാണ്, ഈ ചാലഞ്ച് ഏറ്റെടുക്കുക, അത് സക്സസ്ഫുൾ ആയിട്ട് ഓവർകം ചെയ്യുക എന്നുള്ള കാര്യം എനിക്ക് ഇനി ആവശ്യമുള്ള കാര്യമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ പ്ലാൻഡ് ആയിട്ട് പഠിക്കുക. അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ബാച്ചിലൂടെ മാത്രമല്ല, നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത്. നിങ്ങൾ യൂട്യൂബിൽ ചാനലെങ്കിലും ഫോളോ ചെയ്യും. അതിൽ ഓരോ ചാപ്റ്ററിന് 1 ഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ ബാക്കി നിങ്ങളുടെ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിച്ചാലും ഇത് നടക്കും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളോ ഫീസ് കൊടുക്കുന്ന കുട്ടികൾക്ക് മാത്രമേ പാസ്സാൻ പറ്റുള്ളൂ എന്നൊന്നുമല്ല. എത്ര പേര് പാസ്സാവുന്നുണ്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ, ഒരു ട്യൂഷനും പോകാത്തവർ പാസ്സാവുന്നുണ്ട്. അപ്പോൾ അത് ട്യൂഷൻ്റെയോ ബാച്ചിൻ്റെയോ പരിപാടിയൊന്നുമല്ല, നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇനിയെങ്കിലും, ഇത് +2 കുട്ടികൾക്ക് മാത്രമല്ല, +1, 10ാം ക്ലാസ്, 9 എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യം ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനം എടുത്തില്ലെങ്കിൽ, മെച്ചുവറായിട്ടൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ വലിയൊരു കുഴിയിലേക്ക് നിങ്ങൾ പോയി ചാടുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് സീരിയസ് ആയിപ്പോയി എനിക്കറിയാം, പക്ഷേ ആ സീരിയസ് ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും മനസ്സിലായവരാണ് നിങ്ങളെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെങ്കിലും ആ ട്രാപ്പിൽ വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങൾക്കും എനിക്കും സഹായിക്കാൻ സാധിക്കും. തീർച്ചയായും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം. ഇതുപോലത്തെ അഡ്വൈസ് മാത്രമല്ല, നിങ്ങളെ പഠിപ്പിച്ച് എങ്ങനെ പാസ്സാക്കിക്കണം എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി സ്റ്റേ ട്യൂൺഡ്.